വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ആദ്യം സാക്ഷ്യങ്ങളെ പരിശോധിക്കാം. സാക്ഷ്യങ്ങളുടെ നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ, ആ സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്ന സുവിശേഷം, അതാണ് സാക്ഷ്യങ്ങളുടെ സുവിശേഷമെന്ന് പറയുന്നത്. എല്ലാ സാക്ഷ്യവും സുവിശേഷമാണ്. എല്ലാ സാക്ഷ്യവും സുവിശേഷമാണ്, കർത്താവിൻ്റെ വചനമാണ് ശരിക്കും. അപ്പോൾ സാക്ഷ്യം എപ്പോഴും കേൾക്കുമ്പോൾ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ ഓർക്കുമ്പോൾ അത്രയും പരിപാലനയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ, അതായത് പ്രമദായുടെ സാക്ഷ്യം അല്ലേ. അവർ ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ ഉടമ്പടി ചെയ്ത സഹോദരങ്ങൾ അവർക്ക് ഉടമ്പടി ചെയ്തപ്പോൾ കിട്ടിയ കാശുരൂപവും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കിട്ടിയ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ആ മകൾക്ക് കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥനാപൂർവം. അപ്പോഴത് അതീവ പ്രാർത്ഥനയോടെയാണ് ആ വ്യക്തി അത് ഉപയോഗിച്ചത്. കൊടുക്കുന്ന വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്, അത് ഉപയോഗിക്കുന്ന വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. എന്താ കാര്യം? ഉപയോഗിക്കുന്ന വ്യക്തിക്ക് യേശു കർത്താവാണെന്ന് ആ നേർച്ച വസ്തുക്കളിലുള്ളത് എന്താ? നമ്മളത് പൗരോഹിത്യ വിധിപ്രകാരം ആശീർവദിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അതിൽ വിശ്വാസത്താൽ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യണത്. ഇപ്പം തേനൊക്കെ ഉടമ്പടിയുടെ ഭാഗമല്ലെങ്കിൽ പോലും ജെറിക്കോ പ്രാർത്ഥന ചൊല്ലി 30 പേര് 2.5 മണിക്കൂർ 3 മണിക്കൂർ ആരാധനയും കൊണ്ട് നടന്ന് ഇത് ഈ ശുശ്രൂഷാലയം മുഴുവനും പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവസാനം 12 പ്രാവശ്യം നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നത്. അതാണ് തേനൊക്കെ നിങ്ങൾ കേട്ടുള്ളത്, ഉപ്പ് എല്ലാം. അപ്പം ഞങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത് ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളോടൊക്കെ ദൈവത്തിൻ്റെ കരുണ ലഭിക്കണം. ഒത്തിരി ദൈവസ്നേഹത്തോടെയാണ് അത് ആശീർവദിക്കുന്നത്. കാര്യം ഞങ്ങളിവിടെ ശുശ്രൂഷകരെ ആരുമില്ലെങ്കിൽ പോലും മാതാവിൻ്റെ മണ്ണിൽ വേദനയോടെ കാലുകുത്തണ എല്ലാവർക്കും ദൈവത്തിൻ്റെ സന്ധിപ്പ് കിട്ടണമെന്നും പറഞ്ഞാണ് ബ്ലസ് ചെയ്യണത്. അല്ല, വെറുതെ ബ്ലസ് ചെയ്യുകയല്ല, കുറേ നേരം എടുത്ത് പ്രാർത്ഥിച്ചാണ് ഇതെല്ലാം ബ്ലസ് ചെയ്യണത്. അപ്പം നമ്മൾ വിശ്വാസത്തിൽ ആദരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വോളണ്ടിയേഴ്സ് അവരെ കൊണ്ടുപോയി സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും അച്ഛൻ്റെ മുറി തുറന്ന് മുറിയിൽ കൊണ്ടുപോയി അവരെ കിടത്തുക. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ വെഞ്ചരിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. എന്ത് സംഭവം? അച്ഛൻ അത് വെഞ്ചരിക്കുമ്പോൾ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നുള്ള രക്ഷ പ്രാപിക്കാനുള്ള ഫോർമുലയിലാണ് അത് ബ്ലെസ് ചെയ്യണത്. അപ്പോൾ അതിലെന്താ ഉണ്ടാകണത്? കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യമാണ്. അതെന്തനുസരിച്ചാണ് ചെയ്യണത്? നമ്മുടെ വിശ്വാസ പ്രമാണം പോലും ഈ വിശ്വാസ പ്രമാണം ഇങ്ങനെ കാച്ചി കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒറ്റ സെൻറ്റൻസ് കിട്ടും. വിശ്വാസ പ്രമാണം നമ്മൾ പറയുന്നില്ലേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഞങ്ങളെ വിശ്വസിക്കുന്നു തുടങ്ങിയിട്ട് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡ സഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ വീണ്ടും വരവെയുള്ള പരവുമായ ദൈവിക സത്യങ്ങളെ പ്രഘോഷിക്കുന്നത്
അത് നപ്ഷൽ ചെയ്തിരിക്കുകയാണ് 10:9 റോമ 10:9. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവന് മരിച്ചവർ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അങ്ങനെയാണ് ഈ നേർച്ച വസ്തുക്കളെ വെഞ്ചരിക്കണത്. അത് എനിക്ക് ആ ആന്തരികമായ ബോധ്യം എൻ്റെ മനസ്സ് ഷാർപ്പാകണ വരെ ഞാൻ വെഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ പ്രാർത്ഥന പോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. അങ്ങനെയല്ല, എൻ്റെ മനസ്സിൽ അതെപ്പോഴാണ് പാകമാകണത്, അതിൻ്റെ ഓരോ ഫീലും യേശു കർത്താവാണെന്ന ഫീൽ എൻ്റെ മനസ്സിൽ കൃത്യമാകണ വരെ ഞാൻ നിങ്ങൾ ബ്ലസ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടു കാണാം. അതാണ് ഈ 12 പ്രാവശ്യം ബ്ലസ് ചെയ്യണം എന്നൊക്കെ പറയണത്. അതിൻ്റെ കാര്യം അതാണ് സത്യമാണ്. എന്നിട്ട് യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇത് നാമത്തിൽ ഇത് ബ്ലസ് ചെയ്ത് കഴിയുമ്പോൾ യേശു കർത്താവിൻ്റെ സാന്നിധ്യം അതിൽ പ്രത്യേക വിധി പ്രകാരം ഉണ്ടാവും. അതാണ് അച്ഛൻ ഉദ്ദേശിക്കണത്. അഭിഷിക്തൻ എന്നാ ഉദ്ദേശിക്കണത് അതാണല്ല അതിൻ്റെ അകത്ത് ബലമായിട്ട് വരേണ്ടത്. അഭിഷിക്തൻ എന്നാ ഉദ്ദേശിക്കണത് അതാണ് അതിൻ്റെ അകത്ത് ഫലമായി വരേണ്ടത്. അപ്പോൾ സമസ്തവും ദൈവത്തിൻ്റെ ഇതെല്ലാം വചനങ്ങളാണ്. ഈ വെഞ്ചരിപ്പിനെല്ലാം അടിസ്ഥാനം എന്താണ്? വചനങ്ങളാണ്. വചനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം, ആ വിശ്വാസം അഭിഷേക വിധി പ്രകാരം പൗരോഹിത്യ യോഗ്യതയാൽ ആശീർവദിക്കുമ്പോഴാണ് കർത്താവ് പൗരോഹിത്യമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തിനാണ്? എല്ലാ കാലങ്ങളും എല്ലാത്തരമുള്ള ആൾക്കാർക്ക് കർത്താവിന് സംലഭ്യമാകാനാണ്, അല്ല പുരോഹിതന് സംലഭ്യമാകാനല്ല. എക്കാലങ്ങളിലുമുള്ള എല്ലാ കാലങ്ങളിലുമുള്ള എല്ലാ ജനങ്ങൾക്കുമുള്ള എല്ലാ വിഷയങ്ങൾക്കും കർത്താവിൻ്റെ കാരുണ്യവും സന്ധിപ്പും സൗഖ്യവും കാലഘട്ടങ്ങളിൽ പ്രകടമാകാൻ വേണ്ടിയാണ് കർത്താവ് ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്നല്ലേ ഈശോ പറഞ്ഞത്. കുർബാന സ്ഥാപിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണ ഓരോ കാര്യങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതിനകത്ത് നിത്യജീവനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് കുർബാനയിലുള്ളത്. കുർബാന ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ നമ്മൾക്ക് രോഗം സുഖപ്പെടുക അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്നുണ്ട്, പക്ഷേ നിത്യജീവനാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരിക്കുകയില്ല എന്നുള്ളത്. മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചിരിക്കുന്നത്, നിത്യത വരെ ജീവിക്കാൻ വേണ്ടി. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അത് യേശു കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ അതുപോലെയുള്ള വലിയ രക്ഷാവചനമാണ് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നുവെന്നുള്ളത്. ഇപ്പം നമ്മൾ റോമ 10:9 പറയുന്ന യേശു കർത്താവാണെന്ന് പറയുന്ന വചനം അധികാര വചനമാണത്. അതായത് കർത്താവിൻ്റെ അധികാരം ലോകത്തിലുള്ള എല്ലാത്തിലും മരണത്തിൽ പോലും പ്രഖ്യാപിക്കുന്ന വചനമാണ് യേശു കർത്താവാണ് എന്ന് പറഞ്ഞ്. യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്. അപ്പോഴാണ് ഇപ്പം ആ ബ്ലീഡിംഗ് ഒക്കെ കണ്ടില്ലേ നിങ്ങളാ ചേട്ടായി മൊബൈൽ കാണിച്ചില്ലേ? എന്താണ് യൂട്രസിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു വലിയ കഷണമാണ് 2 പ്രാവശ്യമായിട്ട് ഇറങ്ങി താഴേക്ക് വരികയാണ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം ഡോക്ടറിൻ്റെ ഐഡിയ എന്താ? അത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, യൂട്രസ് മൊത്തം എടുത്താൽ മാത്രമേ അതിന് പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്രത്തിൻ്റെ പരിമിതികളാണ്. യൂട്രസ് നിർത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ മാംസ കഷ്ണം തന്നെ ഇറക്കി എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും, ഇല്ലേ? അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നല്ല 2 ദിവസമായിട്ടാണ് ആ കഷ്ണങ്ങൾ കൊണ്ടുവന്നത്. കാര്യം ഈ യൂട്രസിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഈ മാംസ കഷ്ണം വളർന്നു വരുമ്പോൾ
സഹിക്കാത്ത വേദനയും ലിറ്റർ കണക്കിന് ബ്ലീഡിങ്ങും ഉണ്ടാകണത്. അല്ല അവരെ മുഖത്ത് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം വേദന അവരനുഭവിച്ചു. ഇതിനെ അമ്മ 2 തരത്തിലാണ്. ഒന്ന് തേന്, വെഞ്ചരിച്ച തേന്. രണ്ടാമത്തെ എന്താണ്? വെഞ്ചരിച്ച. രണ്ടാമത് നിഷ അവരെ ചെന്ന്, നിഷ ആരാ ഇവിടെ ഇരിപ്പണമെന്ന് പറഞ്ഞായിരുന്നു? ആരാണ്? താങ്ക് യു. അപ്പോൾ രണ്ടാമത് നിഷ അവിടെ ചെന്നപ്പോഴേ കാശുരൂപമാണ് കൊടുത്തത്. വെഞ്ചരിച്ച കാശുരൂപം കൊടുത്തപ്പോഴേ അവരത് ഭക്തിയോട് കൂടിയാണ്. അപ്പോൾ വ്യക്തി പ്രധാനപ്പെട്ടതാണ്. പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവരെ കൊടുത്ത ഉടനെ അത് ഭക്തിപൂർവമാണ് കഴുത്തിൽ ധരിക്കണത്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഭക്തിയുടെ അകത്ത് എന്തെല്ലാം വേണം? വിശ്വാസം വേണം, സ്നേഹവും വേണം. വിശ്വാസവും സ്നേഹവും കൂടുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സമർപ്പണമാണ് ഈ ഭക്തിയായിട്ട് വരണത്. ഭക്തിപൂർവ്വം എല്ലാ വിഷയവും. ഇപ്പം നമ്മളെ കിട്ടിയ ഉടനെ ചുംബിക്കത്തില്ലേ? അതെന്താണ്? ഭക്തിയാണ്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. എന്താ, നമുക്ക് ദൈവത്തെ ചുംബിക്കാൻ കിട്ടത്തില്ല, ദൈവം ആത്മാവാണ്. അപ്പോൾ എന്തു ചെയ്യും? ദൈവം ഇതുപോലെ ദൈവം തന്നെയാണ്, വചനം തന്നെയാണ് മാംസമായത് അല്ലേ? ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ ആകൃതി നിശ്ചയിച്ച് ആകിയത്. അതുകൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങളെ നമ്മൾ വണങ്ങണത്. ആരാധിക്കത്തില്ല, വണങ്ങും ഇല്ലേ? വണങ്ങും. വണക്കം കൊടുക്കണതിൻ്റെ ആ വണക്കത്തിൽ എന്തെല്ലാം ഉണ്ട്? സ്നേഹമുണ്ട്, പിന്നെ എന്താണ്? വിശ്വാസമുണ്ട്, പിന്നെ എന്താണ്? പ്രത്യാശയുണ്ട്. അപ്പോൾ ഈ ദൈവിക പുണ്യങ്ങളാണ് നമ്മളെ അങ്ങോട്ട് കൊടുക്കണത്. അപ്പോൾ ഈ ഭക്തി ആചരിക്കുമ്പോൾ അതിലെന്തെല്ലാം ഉണ്ടെന്ന് നമ്മൾ അറിയണം. എന്തെല്ലാമാണ് ഉള്ളത്? അതിൻ്റെ അകത്ത് സ്നേഹമുണ്ട്, പിന്നെ എന്തുണ്ട്? വിശ്വാസമുണ്ട്. അപ്പോൾ സ്നേഹവും വിശ്വാസവും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവർ പറഞ്ഞില്ലേ, ഞാൻ എവിടെ പോയാലും ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കും. എന്താ കാര്യം? വിശ്വാസമാണ്. വിശ്വാസത്തിലാണ് ചെയ്യണത്. അപ്പോൾ വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആണ് ഇപ്പോൾ ആ കാശുരൂപം കെട്ടിയ ഉടനെ തന്നെ അടുത്ത കഷ്ണം ഇളകി അവിടുന്ന് മാറി. ഇളക്കിയെടുക്കണേ. അതായത് ആ കാശുരൂപം ധരിച്ച ഉടനെ യൂട്രസിൻ്റെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഏതാണ്ട് 15 സെൻറ്റിമീറ്ററോളമുള്ള മാംസക്കഷ്ണങ്ങളാണ്. മിക്കവാറും ഒരു 150 ഗ്രാമെങ്കിലും കാണും അത്. അപ്പോൾ അത്രയും മാംസക്കഷ്ണം ഇളക്കി അവിടുന്ന് ആളിന് ഒരു കേടുമില്ലാത്ത രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരും. അതെന്താ കാര്യം? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ദൈവം അവന് മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ റോമ 10:9 നമ്മൾ പ്രഖ്യാപിക്കാൻ. പ്രാർത്ഥനയുമുണ്ട്, പ്രഖ്യാപനമുണ്ട്. പ്രാർത്ഥന അധരം കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. പ്രഖ്യാപനം എന്ന് പറയണത് വിശുദ്ധ വസ്തുക്കൾ നമ്മൾ ധരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പ്രാർത്ഥനയല്ല നടക്കുന്നത്. എന്താണ് നടക്കുന്നത്? പ്രഖ്യാപനമാണ്. രണ്ടും രണ്ട് സംഭവമാണ്. വിശുദ്ധ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഇപ്പോൾ വെഞ്ചരിച്ച വിശുദ്ധ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലുണ്ടാകണം, നമ്മളെന്ത് ചെയ്യണം? എന്താണ്? വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ് ആ പ്രോസസ്സ്. രക്ഷ പ്രാപിക്കുക. രക്ഷ എന്ന് പറയുന്നത് ആരാ? ലൂക്ക 2:30 ശിമയോൻ യോസേഫിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കണമെന്ന് പറയും അല്ലേ? അപ്പോൾ രക്ഷ ആരാണ്? ഈശോയാണ് രക്ഷ. ഈ രക്ഷ നമ്മൾ എന്താ ചെയ്യണത്? രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യണത്. അതാണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയും, പ്രാർത്ഥിക്കും ഇല്ലേ? ദൈവം അവന് മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അപ്പോൾ രക്ഷ പ്രാപിക്കുക, റിലീസാവും. ഇപ്പം കാശുരൂപത്തിൽ കൊടുത്തിരിക്കണ ആ ക്രിസ്തുവിൻ്റെ ചൈതന്യം റിലീസാകും ഉടനെ. ഇപ്പം കഴിഞ്ഞ ദിവസം ചെല്ലാനത്തുകാരൻ അവരപ്പച്ചൻ ഒരു നല്ല സാക്ഷ്യം പറഞ്ഞായിരുന്നു. എന്നാ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂട്യൂബിലുണ്ടത്, നോക്കിയാൽ മനസ്സിലാവും. അപ്പച്ചൻ 5 മാസം ഇവിടെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മകൻ്റെ വിവാഹവും മറ്റു കാര്യമായിരുന്നു പ്രാർത്ഥന. അപ്പം 5 മാസം ആയപ്പോഴും വിവാഹത്തിന് ടൈം ആയിട്ടില്ല.
അപ്പോൾ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്നാണ് അപ്പച്ചൻ പറയണത്. സമയം ആയില്ലെങ്കിൽ ചിലപ്പോൾ മിണ്ടത്തില്ല. കാര്യം അത് മിണ്ടേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മിണ്ടിയിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ബോധരാകേണ്ട. അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ പറയേണ്ട കാര്യം അത്രയും സീരിയസ് ആണെങ്കിൽ പറയും, അല്ലെങ്കിൽ സ്വാഭാവികമായി നടക്കേണ്ട കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ അപ്പൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നോടൊന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്തത്? ഒരു കാശുരൂപം വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് കൊടുത്തു. അപ്പച്ചനത് കഴുത്തേ ധരിച്ചു. അപ്പോൾ അത് അപ്പച്ചൻ്റെ സാക്ഷ്യത്തിൽ കിടക്കുന്നുണ്ട്. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷേ ഇത് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കാശുരൂപല്ലേ തന്നത്. ഇപ്പം മാതാവാണല്ലോ ഇപ്പം എൻ്റെ കൂടെ വരണതെന്ന്. അതാണ് വിശ്വാസം. നമ്മളെ സിമ്പിൾ ഫെയ്ത്തില്ലേ, സിമ്പിൾ ഫെയ്ത്താണ് വർക്കൗട്ട് ചെയ്യണത്. ബുദ്ധിയുള്ള രാക്ഷസന്മാർ വിചാരിക്കും പിന്നെ കാശുരം പെഞ്ചുകൊടുക്കും മാതാവ് കൂടെ പോകല്ലേ, ഇത് മണ്ടത്തരാണെന്ന്. അധികം പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പണി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. എന്താ കാര്യം? അധികം പഠിച്ചാൽ എന്താ? ദൈവത്തെ നമ്മൾ ബുദ്ധി കൊണ്ടല്ല മനസ്സിലാക്കണത്, ദൈവത്തെ ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കണത്. അപ്പോൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മത്തെ ദൈവത്തെ, കാരണം ഇവൻ്റെ ഈ പട്ടിക്കാട്ടത്തിൻ്റെ വിലയില്ലാത്ത ബുദ്ധിയുടെത്താണ് ദൈവം കണ്ടെത്താൻ പോണത്. അല്ല, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കൈയിടിച്ച് കിടത്താണ് അവസാനം കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തിയ വചനം എന്താണ്? 1 യോഹന്നാൻ 4:8. അവസാനം ഈശോ പറഞ്ഞ വചനം എന്താ? 1 യോഹന്നാൻ 4:8. സ്നേഹിക്കാത്തവൻ പറഞ്ഞേ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോഴ് ദൈവത്തെ അറിയണത് ബുദ്ധി കൊണ്ട് അല്ല, ദൈവത്തെ അറിയണത് ഹൃദയം കൊണ്ടാണ്. അതാണ് സത്യം, ദൈവത്തെ അറിയണത്. ഇപ്പം അപ്പച്ചൻ എന്നാ പറഞ്ഞത്? അച്ഛൻ എന്നോട് മകൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞില്ല, പക്ഷേ അച്ഛൻ വെഞ്ചരിച്ച മാതാവിൻ്റെ കശുരൂപം എനിക്ക് തന്നു. അപ്പോഴേ മാതാവാണല്ലോ എൻ്റെ കൂടെ പോകുന്നതെന്ന്. അതാണ് സ്നേഹം. അത് ആ മനുഷ്യന് അത്രയും സ്നേഹം അമ്മയോടുണ്ട്. അതാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശാസ്ത്രജ്ഞന്മാരെ പോലെ ആകാനല്ല, ദൈവശാസ്ത്രജ്ഞന്മാരെ പോലെ ആകുന്നില്ലെന്നല്ല പറഞ്ഞിരിക്കണത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവശാസ്ത്രജ്ഞന്മാരെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്നല്ല ഈശോ പറഞ്ഞത്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവശാസ്ത്രജ്ഞനായാലും ശരി ശിശുവായിരിക്കണമെന്ന്. എന്താണ്? അത്രയും നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിക്കണം. അപ്പം എന്താ സംഭവിച്ചെന്നറിയാവോ? 3-ാം വക്കം അപ്പൻ നെഞ്ചത്തോട്ട് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചത്? നെഞ്ചത്ത് 10-12 കൊല്ലമായിട്ട് ഒരു പരു കിടപ്പുണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി പണിയണ ആളാണ്, ചാലിൻ്റെ പണിക്കാരനാണ്. അപ്പം എപ്പോഴും വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഈ ഉപ്പ് വെള്ളവും ചീക്ക വെള്ളമൊക്കെ കൊണ്ട് ഇത് എപ്പോഴും ഇങ്ങനെ പഴുത്തും ചൊറിഞ്ഞും മാന്തിയും കീറിയും ഒക്കെ വല്ലാണ്ടിരിക്കും. അപ്പോൾ പലരും പറഞ്ഞു നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കണ, ഇതെവിടെയും കൊണ്ട് കാണിക്കല്ലേ, കീറിക്കല്ലേ, കള എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ കൊണ്ടുനടന്നിട്ട്. അപ്പം പറയണത് ഞാൻ എല്ലാ മരുന്നും ഇതിന് വേണ്ടി ഉപയോഗിച്ച് ഇപ്പം ഞാൻ അത് നിർത്തി. കാര്യം എന്താ? ഇതുകൊണ്ടൊന്നും ഗതി പിടിക്കാത്തത് കൊണ്ട് ഞാൻ ആ സംഭവം സ്റ്റോപ്പ് ചെയ്ത്. ഇത് ഇപ്പോഴുണ്ട്. ഈ കാശുരൂപം കെട്ടി 2 കാശുരൂപം ഇതിന്മേടെ മുട്ടി. അതാണ് പ്രശ്നം. അത് അങ്ങനെ അറിയാതെ ചെയ്തതാണ്. മാതാവ് അറിഞ്ഞുകൊണ്ട് ചെയ്തതും പുള്ളിക്കാരൻ അറിയാണ്ട് ചെയ്തതാണ്. കാശുരൂപം മുട്ടി 2 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ സാധനം അപ്രത്യക്ഷമാകുകയാണ്. അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, അപ്രത്യക്ഷമായി. എന്താ കാര്യം? സിമ്പിൾ ഫെയ്ത്താണ്. അത് ആ മോള് അവസാന പ്രമിത പറഞ്ഞത് എന്താണ്? നമ്മുടെ കർത്താവ്, ജീവനുള്ള കർത്താവ് ഇന്നും ജീവിക്കണമെന്ന് പറഞ്ഞില്ലേ, ഇല്ലേ? അതൊക്കെ പറഞ്ഞാൽ അവസാനിപ്പിച്ചത്. അത് ജീവനുള്ള കർത്താവാണ്, കർത്താവ് ഇന്നും ജീവിക്കണം എന്നതൊക്കെ പറയുമ്പോൾ അതാണ് സാക്ഷ്യം. കാര്യം കേൾക്കുന്നവർക്ക് വിശ്വാസമുണ്ടാകണം. കേൾക്കുന്നവർക്ക് അവരുടെ പ്രയാസ നിമിഷങ്ങളിൽ എൻ്റെ കർത്താവ് അവളെ സഹായിച്ച പോലെ എന്നെയും സഹായിക്കുമെന്നുള്ള പ്രത്യാശ ഉണ്ടാകണം. അതുകൊണ്ട് എൻ്റെ മക്കൾ ശരിക്കും ഇങ്ങനെ പ്രെയറിൽ തന്നെ പ്രാർത്ഥിച്ച് തന്നെ പോകണം.
പ്രാർത്ഥിച്ച് തന്നെ പോകണം. പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉള്ളത്? വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഈ പിച്ചും പേയും പറഞ്ഞ പോലെ പെയ്തും പിറക്കും ഭ്രാന്തന്മാർ നടക്കണം എന്നല്ല പറയാൻ അർത്ഥം. ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത് സ്നേഹമാണ്. പ്രാർത്ഥനയുള്ളത് എന്താണ്? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ സ്നേഹിക്കാത്തവൾക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല. അപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഞാൻ ഇപ്പോൾ എല്ലാവരും വന്ന് കൊന്ത ചെല്ലാൻ വേണ്ടി നമ്മൾ സന്ധ്യയ്ക്ക് ജപമാല ചെല്ലാൻ വേണ്ടി വിളിക്കത്തില്ലേ? അപ്പോഴേ ജപമാല ചെല്ലാൻ വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചില ആൾക്കാർ സന്ധ്യയ്ക്ക് ജപമാല ചെല്ലുമ്പോൾ ഉദ്ദേശിക്കണത് എങ്ങാനും ജപമാല ഇല്ല നാളെ പട്ടി കടിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ്. വണ്ടിക്ക് മനുഷ്യനൊക്കെ പുറത്ത് പോകണമല്ലോ, വല്ല വണ്ടി പിടിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ പേടിച്ചിട്ടാണ് ചില ആൾക്കാർ കുടുംബ പ്രാർത്ഥന ചെല്ലണത്. അപ്പോഴേ പേടിച്ചിട്ടാണ് ചില ആൾക്ക്, അതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലൊന്ന് ചിന്തിക്കണം, നല്ലതാണ്. ഞാൻ പേടിച്ചിട്ടാണോ ചെയ്യണത് അതാ സ്നേഹിച്ചിട്ടാണോ ചെയ്യണമെന്ന്. സിമ്പിളാണ്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അഡ്വാൻസായിട്ട് പറയണം, കർത്താവേ ഞാൻ മുട്ടി നിന്ന് പ്രാർത്ഥിക്കണേ. കാര്യം എന്താണ്? ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ആദ്യമേ കയറി പറഞ്ഞേക്കണം. കർത്താവേ ഞാൻ മുട്ടയെന്ന് പ്രാർത്ഥിക്കണേ, കാര്യം ഞാൻ അത്രയും നിന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയണം. എന്നിട്ട് നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് സുഹൃത ജപം പോലെ നീ നിൻ്റെ ഉള്ളിൽ ചോദിക്കണം, ഞാൻ എൻ്റെ ഈശ്വരനെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കണ കൊണ്ടാണോ ഞാൻ പ്രാർത്ഥിക്കണത്? അങ്ങനെ ചോദിച്ചാൽ ഒരു ആഴ്ച കൊണ്ട് തന്നെ നിൻ്റെ പ്രയറിൻ്റെ പ്രയോഗശേഷി വർദ്ധിക്കും. ശരിക്കും ഇപ്പോഴെന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നതിനാണ്, അതാണ് നമ്മൾ പ്രഖ്യാപിക്കണത്. നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണത്, ഇപ്പോൾ നമ്മൾ നേർച്ച വസ്തു ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രഖ്യാപിക്കുന്നതിൻ്റെ ആ ഒരു ശക്തി, അതിൻ്റെ സത്യസന്ധത അനുസരിച്ച് കൊണ്ട് നമ്മൾ സത്യത്തിലല്ല ഈശോനെ ആരാധിക്കണത്. അപ്പോൾ ആരാധന എപ്പോഴും വരേണ്ടത് എന്താണ്? സത്യമാണ് വരേണ്ടത്, അല്ലേ? ആരാധന എന്താണ് എപ്പോഴും വരേണ്ടത്? നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ ആരാധന എപ്പോഴും സത്യം വരണം. സത്യമെന്ന് പറയുന്നത് എന്താണ്? പല തരത്തിലും ഈശോ സത്യമാണ്. ഈശോയിലൂടെ ദൈവത്തെ ആരാധിക്കാം. അതുപോലെ ഈശോയെ പോലെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയെപ്പോലെ വിശ്വസിച്ച്, ഈശോ ഭൂമിയിലായിരുന്ന കാലങ്ങളിൽ എങ്ങനെയാണ് പിതാവിനെ ആരാധിച്ചത്? അവൻ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. അതുപോലെ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്യണം. മുട്ട നിൽക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവേ ഞാൻ സത്യമായും നിന്നെ വിശ്വസിക്കുന്നു. നീ കർത്താവിന് വേണ്ടിയൊരു ത്യാഗം അനുഭവിക്കുമ്പോൾ നീ എന്താണ് ഉള്ളിൽ കർത്താവേ ഞാൻ സത്യത്തിലാണ് നിന്നെ ആരാധിക്കണത്, കാര്യം ഇത് സത്യമാണ്, എൻ്റെ സ്നേഹം സത്യമാണെന്ന്, ഇല്ലേ? അപ്പം സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ ആരാധിക്കണമെങ്കിൽ ഫലത്തിൽ അത് സത്യത്തിലാണ് നീ ആരാധിക്കണത്. കാര്യം നീ ദൈവത്തോട് കാണിക്കണ സ്നേഹം സത്യമാണ്. കാര്യം എന്താണ്? അതിൻ്റെ പേരിൽ നിനക്ക് നഷ്ടമുണ്ടായി, അതിൻ്റെ പേരിൽ നിനക്ക് സമയമോ സമ്പത്തോ ആരോഗ്യമോ നഷ്ടപ്പെട്ടാൽ അത് സ്നേഹത്തിലാണെങ്കിൽ നിൻ്റെ ആരാധന സത്യത്തിലാണ്. കാര്യം സത്യസന്ധമായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ മുട്ടുനിൽക്കുകയോ നീ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ദൈവത്തിന് തോന്നണം, ഇത് ജോസഫച്ചൻ പറഞ്ഞത് കൊണ്ടല്ല, നിൻ്റെ ആന്തരികമായ ബോധ്യത്തിൽ നിന്നാണെന്ന്. ഉടമ്പടി ചെയ്ത കൊണ്ടല്ല ഇങ്ങനെ ചെയ്യണത്, ഉടമ്പടി ചെയ്ത കൊണ്ടല്ല, സത്യമായി ഉടമ്പടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യണതിൻ്റെ കാരണം എന്താണ്? ഐ പ്രേ ബിക്കോസ് ഐ ലവ്. ഞാനത് ചെയ്യുന്നു കാരണം എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഉടമ്പടി നിനക്ക് ഫെസിലിറ്റേറ്റ് ചെയ്തു തരും, ഉടമ്പടി നിന്നെ സപ്പോർട്ട് ചെയ്തു തരും. സത്യത്തിൽ നിൻ്റെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ കൃപയാർജിക്കാൻ സമയബന്ധിതമായി കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം വെളിപ്പെട്ട വചനം എന്താ?
ഉടമ്പടി നിന്നെ ഫെസിലിറ്റേറ്റ് ചെയ്ത് തരും, എന്നുവെച്ചാൽ സൗകര്യപ്പെടുത്തി തരും. എന്താണ്? കർത്താവിനെ നിനക്ക് സത്യത്തിൽ ആരാധിക്കാൻ. എന്തിനാണ്? നിൻ്റെ ജീവിത വിഷയങ്ങളുടെ മേൽ സമയബന്ധിതമായി. അതാണ് വിഷയം. ദൈവത്തെ സ്നേഹത്തിൽ ആരാധിക്കുമ്പോൾ സമയച്ചുരുക്കം സംഭവിക്കും. ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് ഒരർത്ഥത്തിൽ. ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹത്തിൽ ആരാധിക്കുമ്പോൾ, സ്നേഹമാണ് ശരിക്കും സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. ഉടമ്പടിയുടെ നിർദ്ദേശം എന്താ? ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും, ആദ്യ നിബന്ധന എന്താ? 10 നിബന്ധനകളുണ്ടായിരുന്നു ഉടമ്പടിക്ക്, അല്ലേ? പഴയ നിയമത്തിൽ വാഗ്ദാന നാട് പ്രാപിക്കാൻ പോയ ദൈവജനത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി ദൈവം 10 നിബന്ധനകളെ കൊടുത്തിരുന്നു. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു തുടങ്ങി 10 നിബന്ധനകളെ. ആ നിബന്ധനകളെ നമ്മൾ കാച്ചിക്കുറുക്കിയാൽ 2ആയിട്ട് സംഗ്രഹിക്കും. എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതാണ് പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ നിബന്ധനകളെ സംഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ കർത്താവ് പുതിയ ഉടമ്പടി ചെയ്തപ്പോൾ ആ നിബന്ധനകൾ വീണ്ടും കർത്താവ് ചുരുക്കി. എങ്ങനെ ചുരുക്കിയേ? കർത്താവ് പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കണം, പക്ഷേ നിൻ്റെ കർത്താവായ ദൈവം നിന്നെ സ്നേഹിച്ചതുപോലെയാണ് നീ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? സഹിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറഞ്ഞു. സഹിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറഞ്ഞു, അല്ലേ? കർത്താവ് അത് 1 മുഴം പോകാൻ മാത്രമേ 1 മൈൽ പോകേണ്ടവൻ്റെ കൂടെ 2 മൈൽ പോകുക. അത് കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സ്വഭാവമാണത്. സ്നേഹത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതായത് സ്നേഹത്തിൻ്റെ സ്വഭാവം ഈശോ വെളിപ്പെടുത്തിയ എങ്ങനെയാണ്? ഉടമ്പടി സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാതെ ഈ ഉടമ്പടി പുരോഗമിക്കത്തില്ല. ഉടമ്പടി സത്യസന്ധമായി പുരോഗമിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉടമ്പടി എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ പറയണ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം അതുപോലെ സംഭവിക്കുമെന്ന്. അതിൻ്റെ ആത്മാവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. ആത്മാവ് എന്താണ്? ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ദൈവത്തിൻ്റെ നിബന്ധനകളാണ് ശരിക്കും. ആ നിബന്ധനകളെ കാച്ചി കുറുക്കി കൊണ്ടുവന്ന് ഈശോ അവസാനം ഉടമ്പടി ചെയ്തപ്പോഴെന്താ പറഞ്ഞത്? നിൻ്റെ കർത്താവ് ഞാൻ നിങ്ങളുടെ കർത്താവും ദൈവവുമാണ്, അല്ലേ? ഉടമ്പടി ചെയ്യുന്ന മുമ്പ് ഈശോ എന്നാ പറഞ്ഞത്? പുതിയ ഉടമ്പടി ചെയ്യുന്ന മുമ്പ് ഈശോ എന്നാ പറഞ്ഞത്? യോഹന്നാൻ 13:13 എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ കർത്താവും ദൈവവുമാണ്. അത് ശരിയാണ്. നിങ്ങളുടെ കർത്താവും ദൈവവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹിച്ച് സഹിച്ച് വിനയപ്പെട്ട് യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ആന്തരികതയാണ് ഇപ്പോഴേ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ചുമ്മാ അതരം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ സംഭവം നടക്കത്തില്ലെന്നർത്ഥം. എന്താ കാര്യം? എന്താ? നിങ്ങളുടെ കർത്താവും ദൈവവുമായി ഞാൻ, അതാണ് യോഹന്നാൻ 13:13. നിങ്ങളുടെ കർത്താവും ദൈവവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അപ്പോൾ യൂദാസിൻ്റെ പാദമായാലും കഴുകേണ്ടി വരും, അല്ലേ? യൂദാസിൻ്റെ പാദം ഈശോ കഴുകിയതാണ്. അപ്പം നിൻ്റെ ശത്രുവിനെ പോലും ശുശ്രൂഷിക്കാനുള്ള സ്നേഹത്താൽ നീ വളരണമെന്ന് ഉടമ്പടി ചെയ്യാൻ. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യം സാക്ഷ്യം പറഞ്ഞ ഒരു ആഷയില്ലേ, ആഷാ ശരത് അല്ലേ? ആരാണെന്ന് ആ പേര് ഞാൻ മറന്നുപോയി. ആ മോളുടെ ആഷയം തോന്നാം. രണ്ടാമത് സാക്ഷ്യം പറഞ്ഞ മോള്, അവർ അവസാനം ഒരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞത് അവരെ? അതായത് നമ്മൾ
ഇപ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ പറയുന്ന ആൾക്കാർ ഭയങ്കര വേദ ഉപദേശം ചെയ്യുന്നവരാ. സാക്ഷ്യത്തിൻ്റെ നേച്ചർ കണ്ട, അവർ നമ്മളെല്ലാവരും ഉപദേശിച്ചിട്ടാണ് പോയത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ പതറുകയൊന്നും ചെയ്യരുത്. ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കുറച്ച് പതർച്ച ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും ഉണ്ടാകണം നിർബന്ധമില്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഉണ്ടാകാൻ ഒരു ആദ്യ ഘട്ടങ്ങളിലൊരു പതർച്ച ഉണ്ടാകും. പക്ഷേ എന്നിട്ട് അവരെന്നാ പറഞ്ഞത്? എന്നാലും നിങ്ങളെ പതറരുത്, ഇരട്ടി ചെയ്യണമെന്നാണ് കാര്യം. അവർ പറഞ്ഞ വചനമാണ് പറഞ്ഞത്. കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ലെവലാണത്. നിന്നോട് ശണ്ട കൂടി നിൻ്റെ മേലങ്കി കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന്, അല്ല നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുമെന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കുക എന്നാണ്. അതായത് സത്യത്തിൽ ആരാധനയുടെ ആന്തരികതയാണത്. അതായത് നിയമപ്രകാരം ചെയ്യാനുള്ള ഇത് മാത്രം ചെയ്ത കർത്താവുമായിട്ട് അത് ഉടമ്പടിയുടെ ആന്തരികതയല്ല. ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ നിയമപ്രകാരം ചെയ്യാനുള്ള കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നിയമത്തിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യണം. നിയമത്തിൻ്റെ അപ്പുറത്ത് നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ കൂടുതൽ കാര്യം, അത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചെയ്യണത് എന്താണ്? അതാണ് നിങ്ങളുടെ നീതി. അത് പറഞ്ഞേ, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തില് പ്രവേശിക്കുകയില്ല. അതാണ് കർത്താവിന്റെ നിലപാട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:20. നിങ്ങളുടെ നീതി. കർത്താവ് നീതി എന്ന് പറയുമ്പോൾ കർത്താവ് സഹിക്കുന്ന സ്നേഹമെന്ന് കൂടി അറിയാണ്ട് പറയുന്നുണ്ടോ എന്ന് എനിക്ക് ചില സമയം സംശയം തോന്നിയിട്ടുണ്ട്. കാര്യം അതിനുശേഷം കർത്താവ് എന്താ പറയണത്? നിന്നോട് 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ 2 മൈൽ പോകണമെന്ന്, അല്ലേ? മത്തായിയുടെ സുവിശേഷം 5:41. 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, 1 മൈൽ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ പോവുക. ഉടമ്പടിയുടെ സമയത്തെ ചുരുക്കാനുള്ള ഒരു മാർഗമാണ്. എന്താണ്? ദൈവത്തിൻ്റെ സത്യസന്ധമായ സ്നേഹത്തിൽ വളരുക. സ്നേഹത്തിൽ വളർന്നാൽ സമയത്ത് ചുരുക്കം സംഭവിക്കും. കർത്താവ് കരഞ്ഞില്ലേ? എപ്പോഴാണ് ഈശോ കരഞ്ഞത്? ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ. അപ്പോഴേ കർത്താവ് കരഞ്ഞപ്പോഴേ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തായിരുന്നു, ഇല്ലേ? മറ്റുള്ളവർ ഉടനെ അതിനെ പ്രതികരിച്ചത് എങ്ങനെയാണ്? എന്താ അവർ പറഞ്ഞത്? കർത്താവ് ഇങ്ങനെ വിമ്മി പൊട്ടിയപ്പോൾ അത് കണ്ടവരെന്താ പറഞ്ഞത്? നോക്കൂ, അവനവനെ എന്തോരോ സ്നേഹിക്കുന്നുവെന്ന്, അല്ലേ? അതാണ് ലാസറിന് സമയച്ചുരുക്കം കിട്ടാനുണ്ടായ കാരണം. ലാസറിന് സമയച്ചുരുക്കം കിട്ടാനുണ്ടായ കാരണം എന്താ? ഈ ഒരു സ്നേഹമാണ്. ഉടമ്പടിയുടെ ആന്തരികത എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനെ കരയിക്കണം. നമ്മുടെ രണ്ടുപേരുടെയും കാട്ടായം കണ്ട കർത്താവിൻ്റെ കണ്ണ് നിറയണം. മനസ്സിലായില്ലേ? ലാസറിന് സമയച്ചുരുക്കമാണ് കിട്ടിയത്. മാർത്ത അത് നന്നായിട്ട് വെടിപ്പായിട്ട് പറയുന്നുണ്ട്. കർത്താവും ലാസറും മാർത്തായും മേരിയുമായിട്ട് ആ കുടുംബവുമായിട്ട് കർത്താവ് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ഉടമ്പടിയാണ്? സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്. ആ സ്നേഹത്തിലാണ് സമയച്ചുരുക്കം വരണത്. എന്താ മാർത്ത പറയണത് ഈശോനോട്? ഈശോനെ കണ്ടപ്പോൾ, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ, എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. ഇനി കഴിഞ്ഞ കാലത്തെ കാര്യം പറയുകയാണ്. കഴിഞ്ഞ കാലത്ത് വന്നു പോയ ഒരു പരാജയമാണത്. ലാസർ മരിച്ച രോഗിയായി കിടന്നപ്പോൾ കർത്താവ് ഇല്ലാണ്ട് പോയ ഒരു കാര്യം പറയുകയാണ്. കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സ്ഥലം ജപ്റ്റ് ചെയ്യത്തില്ലായിരുന്നു നമുക്ക് പറയാം, ഇല്ലേ? കഴിഞ്ഞു പോയ കാലത്തെ പരാജയങ്ങളെല്ലാം ഉടമ്പടി വഴി കർത്താവ് നിന്നെ സ്നേഹിക്കുമ്പോൾ
നിൻ്റെ ഭൂതകാലത്തെ നഷ്ടപ്പെട്ടു പോയെല്ലാം നമ്മളെ കർത്താവിൽ തിരിച്ചു പിടിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാർത്തായ ഈശോനോട് പറയണത് യോഹന്നാന്റെ സുവിശേഷം 11:21 വചനം. നിങ്ങൾ വൈകുന്നേരം പോയി യൂട്യൂബിൽ നോക്കണം. ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്താ? എന്ത് പറഞ്ഞാലും ഇവിടെ എഴുതിയെടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയതല്ലേ, ഞാനത് പഠിച്ചതല്ലല്ലോ. പലപ്പോഴും പ്രഭാഷണത്തിൽ വരണത് കുറച്ചൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പഠിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിച്ച് നോക്കും, ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് കർത്താവ് അത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് തരണത്. ചില സമയത്ത് ഞാൻ എഴുതി വെക്കും, ചിലപ്പോൾ എഴുതി വെക്കാനുള്ള സമയം കിട്ടത്തില്ല. ഇപ്പം എന്നാ പറഞ്ഞത്? യോഹന്നാൻ 11:21. മാർത്താ എന്നാ പറഞ്ഞത്? കർത്താവേ ഒന്ന് പറഞ്ഞേ. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഭൂതകാലത്ത് സംഭവിച്ച ഒരു പരാജയമാണ് അല്ലേ? കർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അനുഗ്രഹമില്ലാതിരുന്നൊരു കാലത്ത് സംഭവിച്ച പരാജയങ്ങളെ അനുഗ്രഹത്തിൻ്റെ കാലത്ത് കർത്താവിൻ്റെ സ്നേഹം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ പണ്ടത്തെ പരാജയം, പണ്ടത്തെ കടങ്ങൾ എല്ലാം നമുക്ക് റീഫണ്ടബിൾ ആകും. അതാണ് മത്താ പറയണത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. പിന്നെ ഒരു കാര്യം കൂടി അവൾ പറയാം അവൻ്റെ കൂടെ, എങ്കിലും നീ ചോദിക്കണതെന്തും ഒന്ന് പറഞ്ഞേ, നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഭാവി. ഭൂതത്തിൽ സംഭവിച്ച ഒരു പരാജയം, ഒരു നഷ്ടം, ഒരു ദുരന്തം, അതിനെ ഭൂതത്തിൻ്റെ മേലും ഭാവിയുടെ മേലും അധികാരമുള്ളവരാണ് നീ. അതുകൊണ്ടാണ് മാർത്താ പറയണത്, എങ്കിലും നീ ചോദിക്കണത് എന്തും ഏറ്റു പറഞ്ഞ് ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാവുന്നു. അപ്പൊ മാർത്തായ്ക്ക് എന്നെ അറിയാൻ പറ്റണത് എന്താണ്? കർത്താവിനെ കുറിച്ച് അറിയാവുന്നത്, അറിയേണ്ടത് അവക്കറിയാം ഇല്ലേ? മാർത്ത അതായത് എനിക്കറിയാമെന്നല്ല പറയണത്, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. മാർത്തായ്ക്ക് എന്താണ് അറിയാവുന്നത്? കർത്താവിനെക്കുറിച്ചറിയാം, പിതാവിനെക്കുറിച്ചറിയാം, പിതാവും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചറിയാം. അത്രയും അറിയണം നമ്മളും അത്രയും അറിയണം. അപ്പോൾ മരിച്ചവന് ചേർക്കും. കർത്താവിനെക്കുറിച്ചറിയാം, പിന്നെ പിതാവിനെക്കുറിച്ചറിയാം, പിതാവും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചറിയാം. പിതാവും കർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഏറ്റു പറഞ്ഞ് അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തില് നിലനിൽക്കും. യോഹന്നാന്റെ സുവിശേഷം 15:11. യോഹന്നാൻ 15:11 എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകള് പാലിച്ച് അവന്റെ സ്നേഹത്തില് നിലനിൽക്കുന്ന പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തില് നിലനിൽക്കും. അപ്പോഴ് ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ അതാണ് മാർത്താ പറയണത്, നീയും അപ്പായും തമ്മിൽ അവിഭാജ്യമായ സ്നേഹമാണ്. അത് കാരണം നീ ചോദിക്കണത് എന്തും അപ്പാ നിനക്ക് തരുമെന്ന് എനിക്കറിയാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദൈവം എൻ്റെ മക്കളെ ചോദിക്കണതെന്തും. അതുകൊണ്ടാണ് യോഹന്നാൻ 15:7 പറയണത്.
നിങ്ങൾ എൻ്റെ വചനം പാലിച്ചാൽ, നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും ആ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ, ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ആ വചനം പാലിക്കുകയും ചെയ്താൽ, നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും നിങ്ങൾ എന്റെ വചനം പാലിക്കുകയും ആ വചനം നിങ്ങളിലെ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ കർത്താവ് ആ പിതാവിനോടുള്ള വചനം പാലിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നുവെന്നാണ് മാർത്തായും മറിയവുമൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിച്ചപ്പോൾ കർത്താവിനെക്കുറിച്ച് അവർക്ക് മനസ്സിലായത്. കർത്താവ് പിതാവിൻ്റെ സ്നേഹത്തിൽ പിതാവിൻ്റെ വാക്ക് കേട്ട് നിലനിൽക്കുന്നവനാണ്. അതുകൊണ്ടാണ് മാർത്ത പറയണത്, നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പോഴ് ഈശോ പറയും, മാർത്ത, നിൻ്റെ അറിവ് സത്യമാണ്, ഞാൻ ചോദിക്കണത് എന്തും ദൈവം എനിക്ക് തരും. നിൻ്റെ ചത്ത് ചീഞ്ഞു പോയ നിൻ്റെ ആങ്ങളയെ ഉയർപ്പിക്കാൻ ഞാൻ അപ്പാട് ചോദിച്ചാൽ ഇപ്പോഴവൻ ഉയർക്കും. കാരണം എന്താ? ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമായത് എങ്ങനെയാണ്? എൻ്റെ കർത്താവിൻ്റെ, എൻ്റെ അപ്പൻ്റെ വാക്ക് കേട്ട് അപ്പൻ്റെ വാക്കിൽ ഞാൻ നിലനിന്നപ്പോഴാണ് ഞാൻ പുനരുത്ഥാനമായത്. നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? മരണത്തിൻ്റെ മേലും അധികാരം കിട്ടിയത് എങ്ങനെയാണ്? വചനത്തിൽ പാലിച്ച് ഉറച്ചു നിൽക്കുമ്പോൾ അവിഭാജ്യമായ ദൈവ മനുഷ്യ ബന്ധമുണ്ടാകുന്നു. ഉടമ്പടി നമ്മളെ അവിഭാജ്യമായ ദൈവ മനുഷ്യ ബന്ധത്തിലേക്കാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്താണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. അല്ല, നിങ്ങൾ 10 രൂപ കൊണ്ട് നടന്ന് കൊടുത്ത് നിങ്ങൾ ഉപവസിച്ചു, നിങ്ങൾ വചനം വായിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ കുമ്പസാരിച്ചു, അതുപോലെ തന്നെ നിങ്ങൾ 3 പാപങ്ങൾ ഉപേക്ഷിക്കുന്നു. എൻ്റെ മക്കളെ, ഉടമ്പടിയുടെ ഈ നിബന്ധനകളെല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം ഒരു മാർഗമാണ്, അതൊന്നും ലക്ഷ്യമല്ല. ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം ഉടമ്പടിയുടെ മാർഗങ്ങളാണ്. ലക്ഷ്യമെന്താണ്? പിതാവുമായി ദൈവവുമായി ഒന്നാകുന്ന സ്നേഹമാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 കൊറിന്ത്യർ 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ, ബാക്കിയെല്ലാം മാർഗങ്ങളാണ്. ഒരു വിശ്വാസിയുടെ ലക്ഷ്യമെന്താണ്? ദൈവവുമായി സ്നേഹത്തിലാകുക. പക്ഷേ അതിലെന്ത് നഷ്ടപ്പെട്ടാലും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചാലും നിങ്ങൾ സ്നേഹത്തിൽ തന്നെ വസിക്കണം. അതാണ് പൗലോസ് പറയണത്, ആപത്തിനോ വാളിനോ മരണത്തിനോ ആർക്ക് യേശുക്രിസ്തു എന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കാൻ കഴിയുമെന്ന്? ഒന്നിനും പറ്റത്തില്ലെന്ന്. അതാണ് ശരണമെന്ന പുണ്യം. ഇപ്പോൾ റോമ 8:35 എന്താ പറയണത്? ആപത്തിനോ വാളിനോ പട്ടിണിക്കോ ആർക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കാൻ കഴിയും? ഉടമ്പടി ഉത്തരങ്ങൾ താമസിച്ചാലും, ചില ഉത്തരങ്ങൾ താമസിച്ചാലും എൻ്റെ മക്കൾ റോമ 8:35 എടുത്ത് വായിച്ചുകൊണ്ടിരിക്കണം. അതാണ് ആദ്യത്തെ ആ മോള് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്തെല്ലാം നമ്മുടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മളത് ഇരട്ടിയായിട്ട് ചെയ്ത് പാലിക്കണം. എന്താ കാര്യം? അത് ശരണമെന്ന പുണ്യമാണ്. എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും ഞാൻ വിട്ടു പിരിയത്തില്ല. ജോയിച്ചൻ ബ്രദർ പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഉടമ്പടി പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കത്തുള്ളൂ. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ദൈവവും നിങ്ങളും തമ്മിൽ നഖവും മാംസം പോലെ അടുത്തിട്ടുണ്ടോ? അടുപ്പിക്കാനുള്ള മാർഗങ്ങളെല്ലാം അമ്മ മാതാവ് പറഞ്ഞു തന്നത് ഉടമ്പടിയിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ മാർഗമല്ല ഉദ്ദേശിക്കണത്, ആ ലക്ഷ്യമല്ല. നിങ്ങൾക്ക് കാര്യം കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ധ്യാനകേന്ദ്രം തിരക്കേണ്ടി വരും. എന്താ കാര്യം? ഇത് ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്നത്തെ കാലത്ത് ഒരു ദൈവ പൈതലിന് സമ്പൂർണ്ണമായി ദൈവത്തോട് അടുക്കാൻ ഇഹത്തിലും പരകത്തിലും നിങ്ങളെ നിലനിർത്താൻ കഴിയുള്ളൂ. നിങ്ങൾ ചോദിക്കണം, ചോദിക്കാത്തതും നിങ്ങൾ തന്ന് സന്ധിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്നിധാനമാണ് കൃപാസനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നക്കാപ്പിച്ച കാര്യങ്ങൾക്ക് അത് നടന്നില്ല, അത് താമസിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഴയതുപോലെ വിറവാദം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് കം ഹിയർ. ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല ഇവിടെ. ഞങ്ങൾ പ്രതീക്ഷിക്കണത് ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്.
എന്താണ്? കർത്താവിന് വേണ്ടി സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ബാക്കിയെല്ലാം 9 സാക്ഷ്യം 12 സാക്ഷ്യമാണ് പറയണത്, 6 മാത്രമേ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഉടമ്പടിക്ക് 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കൊല്ലമാണ് 6 പറഞ്ഞിരിക്കുന്നത്, അടുത്ത വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ 9ഉം 12ഉം ആൾക്കാർ സാക്ഷ്യം പറയണത് നിർത്താതെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങൾ വെട്ടിക്കളയുകയാണ്. എന്താ ചെയ്യണ കാര്യം? ഇവരൊക്കെ ഇതും കൊണ്ട് ദൈവത്തിനെയും കൊണ്ടേ പുകത്തുള്ളെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഉടമ്പടി ചെയ്യാൻ വേണ്ടി. എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഇപ്പോൾ ആ ചേച്ചി എന്താ പറഞ്ഞത്? നിങ്ങൾ 50 പത്രം മേടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 100 പത്രം മേടിക്കണമെന്ന് പറയും. എന്താ കാര്യം എന്നറിയാവോ? അത് നമ്മൾ ചെയ്യണത്, കർത്താവേ 100 പേര് നിന്നെ അറിയാൻ ഇടയാക്കണമേ എന്ന്. ഞങ്ങൾ പറയണത് എന്താണ്? നിങ്ങൾ വഴി 50 പേര് ഇടയാക്കിയ. ഇപ്പോൾ അവസാന സാക്ഷ്യം പറഞ്ഞ മോളെന്താ പറഞ്ഞത്? ഞങ്ങൾ 4 പേരും കുടുംബത്തിൽ 4 പത്രം മേടിക്കുമെന്ന്. അവരല്ലാതെ പറഞ്ഞത്. ഞങ്ങൾ ആ ബ്ലീഡിങ് വന്ന മോളെന്താ പറഞ്ഞത്? ഞങ്ങൾ കുടുംബത്തിൽ 4 പേരുണ്ട്, ഞാനും ഭർത്താവും 2 മക്കളും. ഞങ്ങൾ 4 പത്രം മേടിക്കും, 4 പേരും വായിക്കും, എന്നിട്ട് 4 പേരുടെയും തലയെ താഴെ വെക്കുമെന്ന്. അതൊക്കെ ഒരു ഭക്തിയുടെ ഒരു സമർപ്പണങ്ങളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവം അവരെ വിട്ടുപിരിയാതെ നിൽക്കണത്? നമ്മൾ എന്തായിരിക്കും? അതായത് നമ്മുടെ മനസ്സ്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം, അത് നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഇൻട്രോസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിതൊക്കെ ചെയ്യുന്നു, വെയിലത്ത് നടന്നാണ് ഈ പത്രം കൊടുക്കുന്നത്. ഇത് ഉടമ്പടി പാലിക്കാൻ വേണ്ടി ഉള്ള ഒരു കടമ നിർവഹിക്കുക മാത്രമാണോ? മറിച്ച് ഈ വെയിൽ കൊള്ളുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ ഞാനിത് ചെയ്യണതെന്ന് ചിന്തിച്ചിട്ട് നീ കർത്താവിനെ പറയാം, കർത്താവേ ഞാനിതിങ്ങനെ നിന്നെ അറിയാത്തവരറിയാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനിത് ചെയ്യണത്. നിൻ്റെ സ്നേഹത്തിൽ എന്നെ നിലനിർത്തുക മാത്രമല്ല, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, ആപത്തിനോ വാളിനോ മരണത്തിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്ന ഒരു അപ്പോസ്തലൻ്റെ പ്രേക്ഷിത ചോദ്യമുണ്ട് റോമ 8:35. അതനുസരിച്ച് എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും, ഇപ്പം നീ കുടിക്കുന്നു, ഭർത്താവിൻ്റെ മദ്യപാനം, അപ്പം നീ അതിനു വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്, അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. ഇപ്പോൾ തന്നെ ഉടമ്പടി ചെയ്ത ആൾക്കാരുടെ മദ്യപാനവും പുകവലിയും ഒക്കെ മാറുന്ന സാക്ഷ്യങ്ങൾ ഇവിടെ ഇന്ന് കേട്ടില്ലേ നമ്മളെ? അപ്പം അവരുടെ കാര്യങ്ങൾ നടന്നല്ലോ, പിന്നെ ദൈവം എന്താണ് എൻ്റെ കാര്യം നടത്താത്തതെന്നല്ല ചോദിക്കേണ്ടത്. അവിടെ കാര്യം നടന്നില്ലേ? എൻ്റെ കാര്യം, എൻ്റെ ഭർത്താവ് വെള്ളമടിച്ചാണ്ട് കുടുംബത്തിലേക്ക് വന്നാലും ഈ വെളിവുകേട് കൊണ്ടൊന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഭർത്താവിൻ്റെ മദ്യപാനത്തിന് പറ്റത്തില്ലെന്ന് ഒരു തീരുമാനം എടുക്കാൻ നീ കഴിഞ്ഞാൽ കർത്താവ് ആരാണെന്ന് നീ അറിയും. കൈ അടിച്ച് കർത്താവ് ചൊല്ലുക. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഞാനിങ്ങനെ പറയാൻ കാരണം, നിങ്ങളുടെ ചില കാര്യങ്ങൾ നടക്കാൻ ചില കാര്യങ്ങൾ താമസിക്കുമെന്ന് പറയാനല്ല, താമസിക്കാതിരിക്കാനാണ് അങ്ങനെ പറയണത്. എന്താ കാര്യം? ഉടമ്പടിയുടെ സ്പിരിറ്റ് എന്താണ്? ദൈവ സ്നേഹമാണ്. നിങ്ങളുടെ സ്നേഹത്തിൽ ലെവൽ കൂടുന്നതനുസരിച്ചുകൊണ്ട് സമയം ചുരുങ്ങിക്കൊണ്ടേ വരും. നിങ്ങൾ നിബന്ധനകൾ പാലിക്കുന്നത് ന്യായപ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്ന പോലെ ഒരു സാങ്കേതിക താമസിക്കും. സാങ്കേതിക വിഷയമല്ല ഇത്, സ്നേഹത്തിൻ്റെ വിഷയമാണ്. സ്നേഹത്തിൻ്റെ നിലവാരം കൂടുന്നതനുസരിച്ചുകൊണ്ട് സമയം ചുരുങ്ങി വരും. എന്താണ് കർത്താവ് മാർത്തായോട് ചോദിച്ചത്? മാർത്ത പറഞ്ഞില്ലേ? മാർത്ത എന്താ പറഞ്ഞത്? എങ്കിലും ദൈവത്തോട് ചോദിക്കട്ടെ, എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ എന്നാ പറയണത്? നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഭാവി സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മാർത്ത പറയും, അന്തിമ നാളിൽ പുനരുത്ഥാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോഴേ ലൂക്ക 11, 21, 22, 23, 24, 25 എന്നാ പറയണത്? ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിട്ട് ചോദിക്കും, നീ ഇതിൽ വിശ്വസിക്കുന്നുവോ? അപ്പോൾ എന്ത് പറയും? യെസ് മൈ ലോർഡ്, ഞാൻ ഉപകർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എന്താ സംഭവം? 2 കാര്യങ്ങളാണ് അവിടെ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്.
ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അന്തിമ നാളിൽ മാർത്താക്കറിയാം, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഭാവി സംഭവിക്കേണ്ട കാര്യമാണ്. ഭൂതത്തിൽ സംഭവിച്ചത് എന്താണ്? പരാജയമാണ്. കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത കൊണ്ടുണ്ടായ മരണമാണ്. ഭാവിയിൽ എന്താ സംഭവിക്കുന്നത്? ഉത്ഥാനമാണ്. ഈ ഭാവിയിൽ സംഭവിക്കുന്ന വിഷയവും ഭൂതത്തിൽ കഴിഞ്ഞുപോയ വിഷയവും ഈ ഭൂതത്തിനെയും ഭാവിയെയും കർത്താവിനുള്ള സ്നേഹവും വിശ്വാസവും കാരണം വർത്തമാനത്തിൽ കൊണ്ടുവരും. ഒറ്റ വാക്കിലാണ് യെസ് മൈ ലോഡ് എന്ന് പറയും. കർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണെന്ന് യേശുവിനെ കർത്താവെന്ന് യെസ് മൈ ലോഡ് കർത്താവ് എന്നല്ലേ പറയണത്. യേശു കർത്താവാണെന്ന് റോമ 10:9 അനുസരിച്ചുകൊണ്ട് മറിയാം ഏറ്റുപറയുകയാണ്. യേശു കർത്താവാണ്, യെസ് മൈ ലോഡ് കർത്താവേ. എന്താണ്? നീ ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോഴേ യേശു കർത്താവാണെന്ന് ദൈവത്തോടുള്ള സ്നേഹത്താൽ ഏറ്റുപറയുകയും വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനാണ് ഉടമ്പടി. അപ്പോഴാണ് നഷ്ടപ്പെട്ട ഭൂതം, നടക്കാനിരിക്കുന്ന ഭാവിയും വർത്തമാനത്തിൽ വന്നിട്ട് ലാസറിൻ്റെ കല്ലറ തുറന്ന് അവൻ പുറത്തേക്ക് വരും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗലാത്യർ 4:6 സ്നേഹത്താൽ 5:6 ഗലാത്യ 5:6 സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് ഉടമ്പടിയുടെ സ്പിരിറ്റ്. അതാണ് നഷ്ടപ്പെട്ട ഭൂതത്തെ വർത്തമാനത്തിലേക്ക് വിജയമാക്കി മാറ്റുന്നത്. പരാജയപ്പെട്ട ഭൂതത്തെ വർത്തമാനകാല വിജയമായി മാറ്റും. നടക്കാനിരിക്കുന്ന ഭാവിയെയും ഭൂതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്നെ നിലനിർത്തി തരും. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം നീ പ്രഖ്യാപിക്കുകയും പാലിക്കുകയും ചെയ്തു കൊള്ളാമെന്നാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോട് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആ ഉടമ്പടി പ്രകാരം ജീവിക്കാനും സാക്ഷ്യം വഹിക്കുവാനും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ പ്രവൃത്തികൾ കാഴ്ചവെച്ചുകൊണ്ട് സമയത്തെ ചുരുക്കാൻ, നഷ്ടപ്പെട്ട ഭൂതത്തെ വർത്തമാനത്തിൻ്റെ വിജയമാക്കി മാറ്റാൻ, നടക്കാനിരിക്കുന്ന ഭാവിയെയും സമയച്ചുരുക്കം കൊണ്ട് വർത്തമാനത്തിലെത്തിക്കാൻ. ഇപ്പോൾ അടിമാലിയിൽ നിന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, അതൊരു ബി ക്ലാസ്. ഞങ്ങൾ സാക്ഷ്യങ്ങൾ കിട്ടുമ്പോൾ 4 തിരിക്കുകയെ, അതിൽ A1 മാത്രമേ പറയിപ്പിക്കത്തുള്ളൂ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് സാക്ഷ്യം ചവറ് പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ സമയച്ചുരുക്കമുള്ളതുകൊണ്ട്, സമയം കുറവായതുകൊണ്ട് നമുക്ക് കുറേ പറയും. എന്നാലും അടിമാലി ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ സെലക്ട് ചെയ്തായിരുന്നു. അത് പറഞ്ഞോ ഇല്ലയെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. പറഞ്ഞായിരുന്നു അല്ലേ? എന്നാ പ്രശ്നത്തിൽ അവർക്ക് വീടില്ല, അവർക്ക് സ്ഥലവുമില്ല. അതുപോലെ തന്നെ സാമ്പത്തിക കടങ്ങളെല്ലാം ഞാൻ സെലക്ട് ചെയ്തായിരുന്നു. കാര്യം അനേകം മക്കൾ സാമ്പത്തിക മേഖലകളിൽ വളരമായ വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്മയോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന, അമ്മേ, സാമ്പത്തിക മേഖലകളിൽ കുറേ ആൾക്കാർ 20 കോടി കടമുള്ളവരുണ്ടാകും, 20,000 രൂപ കടമുള്ളവരുണ്ടാകും. അവരുടെ നിലവാരത്തിൽ രണ്ടും ഒരുപോലെയാണ് അവർ ഫീൽ ചെയ്യണത്. 20,000 കടമുള്ള ആൾക്കാർക്ക്, പാവപ്പെട്ടവരാണെങ്കിൽ അത് 20 കോടിയുടെ തന്നെ അവർക്ക് അത്രയും മാനസിക വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. 20 കോടിയുള്ളവർക്ക് അതുപോലെയുള്ള വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക മേഖല സ്വസ്ഥമായില്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അമ്മയെ കാണുമ്പോഴൊക്കെ പറയും, അമ്മയെ സാമ്പത്തിക കൃപാസനത്തിന് മണ്ണ് ചവിട്ടണവരുടെ സാമ്പത്തിക മേഖലയെ പ്രത്യേകം അമ്മ സന്ധിക്കണം. അത് വലിയ പ്രാർത്ഥനാ വിഷയമല്ലെങ്കിൽ പോലും മനുഷ്യൻ ശരിക്കും വേദന അനുഭവിക്കുന്നുണ്ട് ആ മേഖലയിൽ. അതുപോലെ വീടില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുക, സ്ഥലമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സ്ഥലം പോലും ഇല്ലെന്ന് പറയും. അപ്പോൾ ഒരു പാവപ്പെട്ട അമ്മച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അവർക്ക് സ്ഥലം ആദ്യം ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ആദ്യം സ്ഥലം കൊടുത്തു, 3 മാസത്തിലുള്ള അവർക്ക് വീടും ചെയ്ത് കൊടുത്തു. കാര്യം അവരുടെ കപ്പാസിറ്റി ഈ 2 കാര്യം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അവരുടെ സ്വാധീനത്തിൽ കപ്പാസിറ്റിയിലും ഈ വീടോ സ്ഥലമോ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വലയണ കാലമാണ്. ബൈബിളിലില്ലേ, സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വലഞ്ഞേക്കാം.
പക്ഷേ ദൈവമായ കർത്താവ് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. ഇപ്പം ഇതിനേക്കാൾ കൊലകമ്പന്മാരും കഴിവുള്ളവരും ത്രാണിയുള്ളവർക്കും സ്ഥലമില്ല, വീടുമില്ല. പാവപ്പെട്ടവർക്ക് കർത്താവ് വീടും സ്ഥലവും ഒരുമിച്ച് കൊടുത്ത് ഉടമ്പടി പ്രകാരം. അത് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് തോന്നണം, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്കില്ലാത്തതും കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കും, ഞാൻ എൻ്റെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കും, ഞാൻ എൻ്റെ ഉടമ്പടി 10 പറഞ്ഞാൽ ഞാൻ 20 ചെയ്യും. അതാണ് ആ സാക്ഷ്യത്തിലൂടെ നമുക്ക് കിട്ടിയ ഉത്ബോധനം. ഒന്ന് നോക്കിയേ, അത് ഹൈന്ദവ സഹോദരിയാണത് പറഞ്ഞതെന്ന് ഓർക്കണം അല്ലേ? ഹൈന്ദവ സഹോദരിയാണത് പറഞ്ഞത്. നിങ്ങൾ ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പതറരുത്, നിങ്ങളോട് 10 പറഞ്ഞതിന് 20 ചെയ്താൽ മതിയെന്ന്. പരിശുദ്ധാത്മാവ് അവരിലൂടെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കേണ്ട ഒരു കാലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് പറഞ്ഞപ്പോഴേ. കാര്യം കുടിമൂത്ത വിശ്വാസ സാക്ഷികൾ പറയുന്ന പോലെയാണ് ആന്തരിക ബോധ്യത്തോടെ ആ മകളത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ അവസാനത്തിൽ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ വിശ്വാസം സത്യമാകാനും സത്യസന്ധമായ സത്യത്തിൽ ആരാധിച്ചും സ്നേഹിച്ചും നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളെ ചുരുക്കിക്കൊണ്ടുവന്ന് ഉടമ്പടിയിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിറവേറാത്ത ഒറ്റ വിഷയമില്ല. പക്ഷെ നിറവേറുമ്പോൾ നിങ്ങൾ വേദസാക്ഷിയോ വിശുദ്ധയോ ആയി മാറും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമതാണ്. നൊവേനകളൊക്കെ മനുഷ്യനെ എങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ നിലനിർത്തും. കള്ളുകുടിയനായിട്ട് നിലനിൽക്കും. അതൊക്കെയാണ് ഞാൻ ഒരു കാലത്ത് നൊവേനക്കൊക്കെ പോകുന്നവരെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ദൈവിക മനസ്സുകൂടി നിങ്ങൾ പാലിക്കണം. അല്ല നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം അതിനെ പുണ്യാളന്മാരെ മധ്യസ്ഥം വഹിച്ചാൽ ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. അത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഓരോ മനുഷ്യൻ ജോലിയും കിട്ടി വീടും കിട്ടി പെണ്ണും കിട്ടി വീട് എല്ലാം പോകുന്നുണ്ട്, പക്ഷേ വെള്ളമടിക്കാരനായിട്ടും വ്യഭിചാരിയായിട്ട് തന്നെയാണ് ജീവിക്കണത്. അതുകൊണ്ട് എന്നാ പ്രയോജനം? അതാണ് പ്രശ്നം. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ തേറി ഒരു 4 നൂറ്റാണ്ടിൽ നടന്നു കാണുമായിരിക്കും. അതാണ് അമ്മ ഉടമ്പടി ഇപ്പോൾ തന്നിരിക്കുന്നത്. ഉടമ്പടി ഒരു വിശ്വാസിയെ വേദസാക്ഷിയാക്കും. നിൻ്റെ ഭൗമികമായ കാര്യങ്ങൾ നടക്കണ പോലെ തന്നെ നീ ഒരു യഥാർത്ഥ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറിയിരിക്കും. ആ മകൾ സാക്ഷ്യം പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഹെബ്രായൊക്കെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുമെന്ന്. എനിക്കൊന്നും മനസ്സിലാകത്തില്ല അഞ്ഞ് വചനം, ബൈബിളിലെ വചനങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകും. എന്താ, സ്നേഹിച്ച് വായിച്ചപ്പോൾ കർത്താവെല്ലാം ജ്ഞാനം കൊണ്ട് അവളെ അഭിഷേകം ചെയ്ത് നമ്മുടെ മുമ്പിൽ കേട്ട സാക്ഷ്യങ്ങളല്ലേ ഇതെല്ലാം. അതുപോലെ നമുക്കും വളരണം. കർത്താവിനെ വളർത്തണമേ. കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ബാക്കിയെല്ലാം ചേർത്ത് നൽകുന്നതാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, മാർത്തായെ പോലെ അങ്ങയെ സ്നേഹിച്ച് എന്റെ സങ്കടത്തിന്റെ സമയം ചുരുക്കി സന്തോഷമാക്കാൻ എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും നമ്മൾ ഉടമ്പടി വെച്ച വിഷയങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥത്തിലെ ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോഴേ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ രതീഷ് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തനമുണ്ട് എനിക്ക്, രതീഷ്. അദ്ദേഹമാണ് നമ്മുടെ പത്രം ചെയ്യണത്. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച സഹോദരനാണ്. ഇപ്പോഴും അദ്ദേഹം ജ്ഞാനസ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ ആന്തരികമായ ബോധ്യം വല്ലാത്ത ശക്തമാണ്. അദ്ദേഹമാണ് അത് ലേ ഔട്ട് ചെയ്യണത്. അദ്ദേഹം പത്രം ലേ ഔട്ട്, മെയ് മാസം പത്രം ലേ ഔട്ട് ചെയ്തിട്ടും പറയണേ, അമ്മ ജീവിക്കുക. സാക്ഷികളെല്ലാം നോക്കിയിട്ട് പറയണേ, അമ്മ ജീവിക്കുക. എന്താ കാര്യം? അമ്മയെപ്പോലെയാണ് പെരുമാറണതെന്ന്. ഞാൻ എന്നാടാ അങ്ങനെ പറഞ്ഞത്? അല്ലേ, ഒരു മക്കളുടെ പെൺമക്കളായാലും ആൺമക്കളായാലും മക്കളുടെ എല്ലാ കാര്യങ്ങളും അമ്മ തിരക്കത്തില്ലേ? സ്കൂളിൽ നമ്മുടെ പഠനകാര്യങ്ങളല്ലേ തിരക്കത്തുള്ളൂ അധ്യാപകൻ, ഇല്ലേ? നമ്മൾ കഴിച്ചോ ഉടുത്തോ എന്നൊക്കെ ഒന്നും തിരക്കത്തില്ലല്ലോ, ഇല്ലേ? അമ്മയാകുമ്പോൾ എല്ലാം തിരക്കും, എല്ലാ വിഷയങ്ങളും തിരക്കും. മാല ഇട്ടില്ലെങ്കിൽ നീ മാല ഇടാതെയാണ് ഇറങ്ങിപ്പോണത്, എന്താ കാര്യം കഴുത്തൊഴിഞ്ഞ പോലെ ഇരിക്കണല്ലേ, എന്ത് മാല എന്തെന്ന് ചോദിക്കും. ഇങ്ങനെ ഓരോ കാര്യം അമ്മമാരും എല്ലാം ചോദിക്കും. നിൻ്റെ വീട്,
നിൻ്റെ വിവാഹം, നിൻ്റെ ചെരുപ്പ്, അമ്മയുടെ ഒരു സ്വഭാവമാണ് എല്ലാം. കൃപാസനം പത്രം നോക്കിയാൽ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സത്യമാണ്. എന്താണ്? ഏതെങ്കിലും കുറച്ച് വിഷയം, രോഗശാന്തി മാത്രം, അങ്ങനെയല്ല. എല്ലാം നിങ്ങളുടെ IELTS, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഇൻ്റർവ്യൂ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ സംഭവങ്ങൾ. ഒരു സാക്ഷ്യം കേട്ട് നഷ്ടപ്പെട്ടു പോയ മാല കിട്ടിയെന്ന്. 1 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു ഉരുപ്പടി ഉടമ്പടി ചെയ്തപ്പോൾ കിട്ടിയെന്ന് അമ്മ കാണിച്ചു കൊടുത്തെന്ന് സാക്ഷ്യം കേട്ടിട്ട് പോയി ഉടമ്പടി ചെയ്തപ്പോഴും 3 കൊല്ലം നഷ്ടപ്പെട്ട സാധനം തിരിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാ വിഷയത്തിലും അമ്മ ഇടപെടും. അമ്മയാണ് ശരിക്കും. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അതാണ്. എല്ലാ വിഷയവും ഒരു മക്കൾക്ക് ആവശ്യമായ എല്ലാ വേദനകളെയും ഒരേ പ്രാധാന്യത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാവുന്നത്. കൃപാസനം സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. എനിക്കല്ല അത് മനസ്സിലായത്, രതീഷാണ് എന്നോടത് പറഞ്ഞത്. ഇത് കണ്ട, ഇതിൻ്റെ നേച്ചർ കണ്ട, മക്കൾക്ക് ആവശ്യമായ എല്ലാം അമ്മ ശ്രദ്ധിച്ചാണ് ചെയ്യണതെന്ന്. അത് സത്യമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് എൻ്റെ മക്കളെ, നമ്മളെല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്തുതിച്ചാൽ മതി. രോഗം, ക്ഷീണം, വിവാഹം, കുഞ്ഞുങ്ങളില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, കടക്കാർ, അന്യരാജ്യങ്ങളിൽ ജോലിയില്ലാതെ അലയുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, വിസ എക്സ്പയർ ആകാൻ പോകുന്നവർ, PR കിട്ടാത്തവർ, എമിഗ്രേഷൻ കിട്ടാത്തവർ, ഇങ്ങനെ എല്ലാ ജീവിതത്തിലെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മൊത്ത വിഷയം, സാമ്പത്തിക വിഷയം, വരുമാനം ഇല്ലാത്തവർ, ഉള്ള വരുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, സാമ്പത്തിക സ്രോതസ്സില്ലാത്തവർ, അടഞ്ഞു പോയവർ, അതുപോലെ തന്നെ വരുമാന മാർഗം, കമ്പോളങ്ങളും വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അതുപോലെ തന്നെ എന്തെല്ലാം മാർഗങ്ങളിൽ നിങ്ങൾ നിലനിർത്തുന്ന ഭൗതിക സാഹചര്യങ്ങളിലെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ ഈശോയോട് യാചിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ ശക്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. ഇതൊക്കെ നിങ്ങളുടെ മേൽ കർത്താവിന് ശക്തി ഉണ്ടാകാൻ വേണ്ടി എന്നെ ശ്രമിക്കുന്ന അന്യരാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലും അന്യനാടുകളിൽ വീടുകളിലിരുന്നു കൊണ്ട് എപ്പോഴാണോ നിങ്ങളെ ശുശ്രൂഷ പങ്കെടുക്കുന്നത് അപ്പോഴെല്ലാം വിദൂരസ്ഥർക്ക് കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഫേസ്ബുക്കിൽ ധ്യാനം കൊടുക്കൊണ്ടിരിക്കുന്നവർ, അവരെ ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവം അവരെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, 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 അന്ധന് കാഴ്ച നൽകിയവനെ ഈശോ, ഈശോ ചെവിടന് കേളി നൽകിയവനെ ഈശോ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ ഈശോ, മഹോരോഗിയെ സുഖപ്പെടുത്തിയവനെ ഈശോ, മരിച്ചവനെ വിരപ്പിച്ചവനെ ഈശോ, ഓരോ മകനെയും ഓരോ മകളെയും കർത്താവേ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മാരക രോഗങ്ങള്, തീരാവേദികള്, മാരക രോഗങ്ങള്, ഉദര രോഗങ്ങള്, കരൾ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ഫിസ്റ്റുല രോഗങ്ങള്, PCOD രോഗങ്ങള്, ഈശോ, ക്രിയാറ്റിൻ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, തലക്കറക്കങ്ങള്, മനോരോഗങ്ങള്, എപ്പിലെപ്സികള്, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, കർത്താവേ ഹൈപ്പർ ആക്ടിവിറ്റി എല്ലാം സമർപ്പിക്കുന്നു. സ്പോണ്ടിലോസിസ്, തൈറോയിഡ്, ഹൈപ്പോതലാമസ്, കർത്താവെ പെങ്കടുത്ത്, സന്ധിബന്ധങ്ങള്, മാംസപേശികള്, മൂത്രത്തിൽ കല്ലുകള്, മാംസപേശികള്, രക്തഞരമ്പുകള്, മാംസപേശികള്, മാംസപേശികള്, യേശുവിന്റെ നാമത്തിൽ അസ്ഥിക്കുഴകള്, അസ്ഥി ദ്രവിക്കുന്നവര്, വെള്ളപ്പൊക്കൊള്ളവര്, അസ്ഥി ഉരുക്കമുള്ളവര്, രക്തസ്രാവികള്, അണ്ടാശയത്തിൽ ശുദ്ധമുള്ളവര്, മുഴയുള്ളവര്, ക്യാൻസർ രോഗികള്, ഈശോ, 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 ജോലിയില്ലാത്തവര്, സമ്പത്ത് തകർച്ച ഉള്ളവര്, വരുമാന മാർഗമില്ലാത്തവര്, കടമില്ലാത്തവര്, കടമുള്ള കടകൾ, സാമ്പത്തിക കടമുള്ളവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, ഈശോ, ഈശോ, വിവാഹ തടസ്സമുള്ളവര്, മക്കൾ ഇല്ലാത്തവര്, മരുന്ന് കഴിക്കുന്നവര്, മാരക രോഗികള്, കാഴ്ചക്കുറവുള്ളവര്, കാഴ്ചക്കുറവുള്ളവര്, ഈശോ, 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 യേശുവിനുമായ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് ഈശോ നാമത്തിൽ മാറിപ്പോണ. പരീക്ഷ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്,
പണം കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ്, പണം കിട്ടാനുള്ള ഡേറ്റ്, പുരയ്ക്ക് തറക്കല്ലിടാനുള്ള ഡേറ്റ്, പ്രവാസത്തൊലിയുടെ വീട് വെഞ്ചരിപ്പിൻ്റെ ഡേറ്റ് എല്ലാം ഓർക്കുക. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, വിദേശത്ത് പോകുന്ന യാത്രയുടെ ഡേറ്റ്, അവർ തിരിച്ചു വരാനുള്ള ഡേറ്റുകൾ, തീയതികളെല്ലാം ഓർക്കുക. ഇനി ഡെലിവറി പ്രതീക്ഷിക്കുന്നവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ ഡെലിവറി ഡേറ്റ് ഓർക്കുക. സ്ഥലം അളവിൻ്റെ ഡേറ്റ്, സ്ഥലം രജിസ്റ്ററിൻ്റെ ഡേറ്റ്, എല്ലാ തീയതികളും, സമയം നമ്മുടെ വിഷയമാണ്. കൃപാസനത്തിൻ്റെ വളരെ ദൈവപരിപാലനയുള്ളതാണ് സമയത്തിന്. അതാണ് ആരാധനയിൽ പരിശുദ്ധ അമ്മ വഴി സമയം ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിൻ്റെ കാരണം. സമയം നിങ്ങൾ ഓർക്കുക. സങ്കടകാലമായ സമയമായാലും സന്തോഷമായാലും സമയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നമ്മൾ ഈശോയുടെ നാമത്തിൽ സമയം ഓർത്ത് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അമ്മ സാന്നിധ്യം ആ സമയത്ത് പ്രസൻ്റായിരിക്കും. അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മയെ അടിസ്ഥാനപ്പെടുത്തി അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിത സമയം ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ ടൈമിൽ അമ്മയുടെ മധ്യസ്ഥവും സാന്നിധ്യവും നമുക്കുണ്ടാവും. നേർച്ച വസ്തു അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, ഈ നേർച്ച വസ്തുക്കളുടെ മേൽ അങ്ങയുടെ ശക്തി ആവശ്യിക്കണമേ. ഈ നേർച്ച വസ്തു ഉപയോഗിക്കുന്ന വ്യക്തികള് അങ്ങയുടെ സൗഖ്യവും ശക്തിയും നിറയട്ടെ. മക്കളെ വിശ്വാസപൂർവ്വം ചൊല്ലിക്കേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്നും മൂന്നാം നാൾ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവരും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ മക്കളെ കർത്താവിന്റെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സമാപന ആശീർവാദം സ്വീകരിക്കുക. അപ്പോഴും നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രായ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മഹത്വം, 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 കർത്താവേ, മഹത്വം. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മഹത്വം, 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 മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മഹത്വം, യേശുവേ, 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 രക്ഷക, യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ